പറവൂരിൽ ആരായിരിക്കും നഗരസഭാ ചെയർമാൻ? 30 വാർഡുകളുള്ള പറവൂർ നഗരസഭയിൽ 15 വാർഡുകളിൽ വിജയിച്ച ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതോടെ കോൺഗ്രസ് തുടർച്ചയായി 4ാം തവണയും ഇവിടെ ഭരണത്തിൽ ഏറുമെന്ന് ഉറപ്പായി. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 16 തികച്ചില്ലെങ്കിലും ഇപ്പോഴുള്ള അംഗബലം കൊണ്ടുതന്നെ UDFന് ഭരണം നിലനിർത്താനാകും. 15 വാർഡുകളിൽ വിജയിച്ച UDFും LDFന് 12ഉം NDAക്ക് 3ഉം അംഗങ്ങളാണ് പറവൂരിലുള്ളത്. ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മുന്നണികളും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുമെന്നാണ് അറിയുന്നത്. UDFിൽ നിന്ന് ചെയർമാൻ പദവിയിലേക്ക് നിലവിൽ 4 പേരുടെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കുറി പറവൂരിൽ ചെയർമാൻ പദവി ജനറൽ വിഭാഗത്തിനുള്ളതാണ്. 2015-2020 കാലഘട്ടത്തിൽ 4 വർഷത്തോളം നഗരസഭാ ചെയർമാനായിരുന്ന നന്ദ്യാട്ടുകുന്നം 22ാം വാർഡിൽ നിന്നും ജയിച്ച രമേശ് D. കുറുപ്പിനായിരിക്കും മുൻതൂക്കം. ഭരിച്ച കാലയളവിൽ മികവാർന്ന ഭരണം നടത്തിയെന്ന ഖ്യാതിയും ഇദ്ദേഹത്തിനുണ്ട്. ഭരണകാലയളവിൽ നടത്തിയ വികസന നേട്ടങ്ങളും ശ്രദ്ധേയമാണ്. ജോബി പഞ്ഞിക്കാരൻ, സജി നമ്പ്യത്ത്, ഡെന്നി തോമസ് എന്നിവരുടെ പേരുകളും ചെയർമാൻ പദവിയിലേക്ക് ഉയർന്നു കേൾക്കുന്നവരുടെ പട്ടികയിലുണ്ട്. 2ാം വാർഡ് കുറുന്തോട്ടിപ്പറമ്പിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച ജോബി പഞ്ഞിക്കാരൻ കഴിഞ്ഞ ഭരണസമിതിയിൽ സ്വതന്ത്രനായാണ് നിലകൊണ്ടിരുന്നത്. കോൺഗ്രസ് സീറ്റു നൽകാത്തതിനെ തുടർന്ന് വിമതനായി മത്സരിച്ചാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. പിന്നീട് ഭരണത്തിന്റെ അവസാന നാളുകളിൽ കോൺഗ്രസിലേക്ക് തിരിച്ചുവരികയാണുണ്ടായിരുന്നത്. കോൺഗ്രസിലെ 15 പേരിൽ 10 പേർ വനിതകളും 5 പേർ പുരുഷന്മാരുമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സാന്നിധ്യത്തിൽ പാർലമെന്ററി പാർട്ടി യോഗം കൂടിയ ശേഷമായിരിക്കും ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. 21 രാവിലെ 10-നാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. അതിനുശേഷം സർക്കാർ വിജ്ഞാപനം വന്ന ശേഷമേ ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുകയുള്ളൂ. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് പിന്നീട് സ്റ്റാൻഡിംഗ് അംഗങ്ങളെയും അതിന്റെ ചെയർമാൻമാരെയും തിരഞ്ഞെടുക്കുക. മീഡിയ ടൈം, പറവൂർ.